പുതുപുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മലയാള സിനിമയിലെ ജനപ്രിയ നായകനായിരുന്നു ദിലീപ്. മിമിക്രി കലാകാരനായി എത്തി പിന്നീട് മലയാള സിനിമയിലെ മുൻനിരയിൽ തന്റേതായ ഒരു സ്ഥാനം നേടിയെടുത്ത നടൻ കൂടിയാണ് ദിലീപ്. ഗോപാലകൃഷ്ണനിൽ നിന്നും വളരെ പെട്ടെന്നായിരുന്നു ദിലീപിലേക്കുള്ള വളർച്ച. മലയാളത്തിലെ മെഗാസ്റ്റാറുകൾ അടക്കി വാണിടുന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങൾക്കിടയിൽ തന്റെ ചിത്രം ഹിറ്റാക്കാൻ ദിലീപിന് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയം തന്നെയാണ്. അധികം വൈകാതെ മലയാളത്തിലെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിന് കഴിഞ്ഞു. ഒരു കാലത്ത് മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും കൂടുതൽ ചിത്രങ്ങൾ പുറത്തിറക്കി ഹിറ്റാക്കിയിരുന്നു ദിലീപ്. തന്റേതായ അഭിനയ ശൈലിയിലൂടെയും തമാശകളിലൂടെയുമാണ് ദിലീപ് തന്റെ ആരാധകരെ സ്വന്തമാക്കി എന്നതിൽ സംശയമില്ല. എന്നാൽ പിന്നീട് ചീട്ടുകൊട്ടാരം പോലെയായിരുന്നു ദിലീപിന്റെ തളർച്ച. അത് മട്ടാഞ്ചേരി മാഫിയ എന്ന് വിളിക്കുന്ന 3 സംവിധായകരുടെ വരവോടുകൂടിയാണ്. അമൽ നീരദ്, ആഷിഖ് അബു, അൻവർ റഷീദ് എന്നിവർ എത്തിയതോടെ ദിലീപിന്റെ മാർക്കറ്റ് ഇടിഞ്ഞു എന്നതാണ് സിനിമാ മേഖലയിലുള്ളവർ തന്നെ പറയുന്നത്. ഈ സംവിധായകരുടെ വരവോടെ സിനിമാ മേഖല പുതിയൊരു തരത്തിലേക്ക് വഴിമാറുകയായിരുന്നു. സൂപ്പർ സ്റ്റാറുകൾ ഇല്ലാതെ തന്നെ സിനിമ സൂപ്പർ ഹിറ്റ് ആക്കാമെന്ന് കാണിച്ചു തന്ന സംവിധായകരാണിവർ. പുതുതലമുറയ്ക്ക് ഇവർ അവസരങ്ങൾ നൽകി. എന്നാൽ ഇതൊന്നും ഉൾക്കൊള്ളാൻ ദിലീപ് ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ഈ 3 സംവിധായകരുടെ പാത പിന്തുടർന്ന് ഒട്ടുമിക്ക സംവിധായകരും പോയപ്പോഴും അവിടെയൊക്കെ തന്നെ ദിലീപിന്റെ ചാൻസ് നഷ്ടമാവുകയായിരുന്നു. ഇതിനിടയിൽ പല ദിലീപ് ചിത്രങ്ങളും ഇറങ്ങിയെങ്കിലും അതൊക്കെ തന്നെ വിജയിച്ചിരുന്നില്ല. ഒരു സാധാരണ ദിലീപ് ചിത്രം എന്ന ലേബലിലേക്ക് അതൊക്കെ മാറുകയായിരുന്നു. കാലങ്ങൾ മാറിയതിനനുസരിച്ച് സിനിമയിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി. ദിലീപും മഞ്ജുവുമായുള്ള വിവാഹമോചനവും പിന്നീട് നടന്ന നടി ആക്രമിക്കപ്പെട്ട കേസും ദിലീപിന്റെ റേറ്റിംഗ് പൊടുന്നനെ കുറച്ചു. കുറച്ച് റൊമാൻസ്, കുറച്ച് സെന്റിമെന്റ്സ്, കുറച്ച് ഫൈറ്റ് സീൻസ്, കുറച്ച് കോമഡി എന്നിവയായിരുന്നു ദിലീപ് ചിത്രങ്ങളുടെ സാധാരണ ഫോർമാറ്റ്. എന്നാൽ ഈ ഫോർമാറ്റ് ഈ ഒരു സംവിധായകരുടെ വരവോടെ മാറി മറിയുകയായിരുന്നു. അതോടെ ദിലീപിന്റെ തകർച്ചയും തുടങ്ങി. അമൽ നീരദിന്റെ ആദ്യ ചിത്രമായ ബിഗ് ബിയിലെ പല ഡയലോഗുകളും പ്രേക്ഷകർക്ക് ഇപ്പോഴും കാണാപ്പാഠമാണ്. ഭക്ഷണവും പ്രണയവും പ്രമേയമാക്കി ആഷിഖ് അബു ഒരുക്കിയ സാൾട്ട് ആൻഡ് പെപ്പർ എന്ന മൂവി പ്രേക്ഷകർക്ക് വേറിട്ടൊരു അനുഭൂതി തന്നെയായിരുന്നു. അൻവർ റഷീദിന്റെ ആദ്യ ചിത്രം രാജമാണിക്യമായിരുന്നു. പിന്നീട് ഉസ്താദ് ഹോട്ടൽ, ട്രാൻസ് എന്നീ ചിത്രങ്ങൾ ഉണ്ടാക്കിയ ഒരു ഓളം ഇന്നും മലയാളി മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി.